ആണവ സമ്പുഷ്ടീകരണം നടത്താൻ ഇറാനെ അനുവദിക്കാത്ത അമേരിക്ക ഇപ്പോൾ റഷ്യയുടെ എല്ലാ സഹായത്തോടെയും ഇറാൻ സമ്പുഷ്ടീകരണം തുടരുന്നു എന്ന് മാത്രമല്ല, ആണവായുധ പ്രയോഗം ഏത് നിമിഷവും ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന സൂചന കൂടി അമേരിക്കയോട് അറിയിച്ചിരിക്കുകയാണ്. തടുക്കാൻ പറ്റുമെങ്കിൽ തടുത്തു നോക്കുകയെന്ന് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മുജ്തബ ഖമനേയി. അതായത്, ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചാൽ ഇസ്രായേലിന്റെ സർവനാശം അത് തടയാൻ കഴിയില്ല, അവർ നശിക്കേണ്ടവർ തന്നെയാണ് എന്ന് ഇറാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത്രയേറെ നീചത്വം ചെയ്തു കൂട്ടിയവരാണ് അവർ. ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ഹമാസും ഹിസ്ബുള്ളയും ഹൂതി വിമതരുമൊക്കെ സംയുക്തമായി നടത്തിയിട്ടും ഇസ്രായേൽ വലിയ തോതിൽ നിരപരാധികളായ പലസ്തീനികളെ ആക്രമിച്ച് ഓരോ മേഖലകൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ബെഞ്ചമിൻ നെതന്യാഹു അധികാരം തുടർച്ചയായി കൈയാളുന്നതിനു വേണ്ടി അതിർത്തിയിൽ എപ്പോഴും യുദ്ധവുമായി ഏർപ്പെട്ടുകൊണ്ട് നിതാന്തമിരുന്നു. എന്നാൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അതേ ലാഘവത്തോടെ ഇറാനോട് കളിച്ചപ്പോൾ പേർഷ്യൻ യുദ്ധവീര്യം എന്താണ് എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റാണ് ഇസ്രായേൽ എന്ന് ഞങ്ങൾക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കമാണ്. റഷ്യ സാമ്പത്തിക സഹായം ഇറാന് അടിയന്തരമായി നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വ്ളാഡിമിർ പുടിനുമായി നേരത്തെ ഡൊണാൾഡ് ട്രംപ് അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന ആ അനിശ്ചിതകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കണം, സമാധാന ചർച്ച വേണമെന്ന് ആഹ്വാനം ചെയ്തു. ട്രംപിന് ഒരു ചിരിയോടെയാണ് പുടിൻ മറുപടി നൽകിയത്. പുടിൻ വളരെ അവ്യക്തമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. മാസങ്ങൾക്കിപ്പുറം വീണ്ടും വ്ളാഡിമിർ പുടിൻ ഒരു ഡെഡ് ലൈൻ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അനിശ്ചിതകാലത്തേക്ക് യുദ്ധം നീണ്ടുപോയാൽ ഇറാൻ ആ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് റഷ്യ പറഞ്ഞിരിക്കുകയാണ്. ഇറാന് വേണ്ടിയുള്ള എല്ലാ സാമ്പത്തിക സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ ഉൾപ്പെടെയുള്ളവർ ഇസ്രായേലിന്റെ പതനം ആഗ്രഹിച്ചിരിക്കുകയാണ്. പല രാജ്യങ്ങളും ലോകത്തുള്ളവർ ഇസ്രായേലിന് വിരുദ്ധമായിട്ടുള്ള നീക്കവുമായി എത്തിയിരിക്കുന്നു. ബഹ്റൈൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ഇസ്രായേലിനെ പരിപൂർണമായി എതിർത്തുകൊണ്ടുവരികയാണ്. ഞങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെല്ലാവരും കൂടിയാലോചിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറാനോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റ് നിവർത്തിയില്ല. ഇറാനും റഷ്യയുമെല്ലാം ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനോടൊപ്പം അണിചേരുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം നടത്തുക. ഫലം ജയമോ തോൽവിയോ എന്നുള്ളതല്ല. അവിടെ അമേരിക്കയ്ക്ക് വലിയ പണി കൊടുക്കാൻ കിട്ടിയിരിക്കുന്ന സുവർണാവസരം ഇറാൻ വഴി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് എന്ന് ഉറപ്പിച്ച് തന്നെയാണ് വ്ളാഡിമിർ പുടിൻ നീങ്ങിയിരിക്കുന്നത്.